കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ ചതുർത്ഥസ്കന്ധത്തിലെ 8-ാം അധ്യായം അല്ലെങ്കിൽ ധ്രുവചരിതമാണ്, ധ്രുവചരിതത്തിലെ കഥാഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്. ഉത്താനപാദ രാജാവിൻ്റെ മകനായ ധ്രുവൻ തപസ്സിന് പോകുന്നതും 5 മാസമായി നാരദ മഹർഷി പറഞ്ഞുകൊടുത്തതിനനുസരിച്ച് തപസ് ചെയ്യുന്നതുമായിട്ടുള്ള രംഗമാണ് കണ്ടത്. കേവലം 5 വയസ്സ് പ്രായമുള്ളതായ ആ കുഞ്ഞിൻ്റെ ഒറ്റക്കാലിൽ നിന്നുള്ളതായ ആ തപസ്സിൻ്റെ പ്രഭാവം ഭൂമിക്ക് പോലും താങ്ങാൻ കഴിയാത്തതായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. കാരണം ഭഗവാനെ സർവാത്മന ഉള്ളിൽ ആവാഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആ കുട്ടി അത്രയും തീവ്രമായിട്ടുള്ള തപസ്സായിരുന്നു ചെയ്തിരുന്നത്. ആ ധ്രുവന് ഭഗവാൻ ദർശനം നൽകുന്നതും ധ്രുവൻ ഭഗവാനെ സ്തുതിക്കുന്നതുമായിട്ടുള്ള ഭാഗമാണ് ഈ 9-ാം അധ്യായത്തിൽ. മൈത്രേയ മഹർഷി വിതുരനോട് കഥ തുടരുന്നു. ഭഗവാൻ അരുളി ചെയ്തതിനെ കേട്ടതായ ദേവന്മാർ ഭയമകന്നവരായി സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. ഭക്തനെ അനുഗ്രഹിക്കാൻ ബദ്ധപ്പാടോടുകൂടി ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് ഏറി അതിവേഗത്തിൽ മധുവനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെയുള്ളൊരു വിശേഷം, ഭഗവാന് വലിയ വാത്സല്യമായിരുന്നു ധ്രുവനോട്. കാരണം 5 വയസ്സായൊരു കുട്ടിയാണ് ഇത്രയും വിശേഷമായി വലിയതായിട്ടുള്ള മഹർഷീശ്വരന്മാർക്ക് പോലും സാധിക്കാത്ത തരത്തിൽ തപസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മധോർവനം ഭൃത്യദിദൃക്ഷയാഗത, മധുവനത്തിലേക്ക് തൻ്റെ ഭക്തനെ ഒന്ന് കാണുന്നതിനുള്ളതായ കൗതുകത്താൽ, അതായിരുന്നു ഭഗവാന് കൂടുതലുള്ളത്. ആ ഒരു കുഞ്ഞു ഭക്തനെ ദർശിക്കാനുള്ള കൗതുകം കൊണ്ടാണ് ഭഗവാൻ വളരെ വേഗത്തിൽ അവിടെ എത്തിച്ചേർന്നത്. എന്നാൽ എത്തിച്ചേർന്നപ്പോഴും ധ്രുവൻ കണ്ണു തുറക്കുന്നില്ല. ഭഗവാൻ ഇവിടെ മുമ്പിൽ പ്രത്യക്ഷമായപ്പോഴും ധ്രുവൻ കണ്ണടച്ച് തൻ്റെ ഹൃദയത്തിൽ കാണുകയാണ്. ഇപ്പം സമാധിയുടെ ദൃഢത കൊണ്ട് നിശ്ചലമായി തീർന്ന ഹൃദയത്തിൽ ഇടിമിന്നൽ പോലെ പ്രകാശിച്ചിരുന്നതായ ആ ഭഗവത് സ്വരൂപം സ്പഷ്ടമായി കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തൻ്റെ മുമ്പിൽ വന്ന കാര്യമൊന്നും ധ്രുവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ധ്രുവൻ്റെ ഉള്ളിൽ പ്രകാശിച്ചിരുന്നതായ ആ ഭഗവത് സ്വരൂപത്തെ സർവേശ്വരനായ ഭഗവാൻ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. വളരെ ആനന്ദമഗ്നനായി ധ്രുവൻ്റെ കണ്ണിൽ നിന്ന് സന്തോഷത്തോടുകൂടി ആനന്ദ കണ്ണീരിടയ്ക്ക് ഒഴുകുന്നുണ്ട്. ശരീരത്തിലിടയ്ക്ക് രോമാഞ്ചമുണ്ടാകുന്നുണ്ട്. ആ ഭഗവാന്റെ ആ സ്വരൂപം കണ്ട് ശരീരം കോരിത്തരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്നതായിട്ടുള്ള ആ ധ്രുവൻ ഒരു നിമിഷം ഞെട്ടി കണ്ണു തുറക്കുന്നു. കാരണം വളരെ മനോഹരമായി, അത്യന്തം ആകർഷകമായ, ഹൃദ്യമായ, ആസ്വാദ്യകരമായ ഭഗവാന്റെ ആ സ്വരൂപം കണ്ടെല്ലാം മറന്ന് നിർവൃതനായിട്ട് അങ്ങനെ നിൽക്കുകയാണോ ഇരിക്കുകയാണോ എന്നൊന്നും ഓർമ്മയില്ലാതെ ആ ഭഗവത് സ്വരൂപത്തെ ആസ്വദിച്ച് അങ്ങനെ നിന്നിരുന്നതായിട്ടുള്ള ധ്രുവൻ തൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ആ സ്വരൂപം അങ്ങ് മറഞ്ഞ സമയത്ത് വളരെ പരിഭ്രാന്തിയോടുകൂടി കണ്ണു തുറന്നു. തൻ്റെ തപസ്സിന് വല്ലതും ഭംഗം വന്നോ, എന്താണ് ഭഗവാൻ മറഞ്ഞത് എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടി പരിഭ്രമിച്ച് കണ്ണു തുറക്കുന്നത്. ആ കണ്ണു തുറന്ന സമയത്തോ അതിലേറെ അത്ഭുതകരമായിട്ടാണ് കണ്ടത്. കാരണം ഏതൊരു ഭഗവാനെയാണോ താൻ ഉള്ളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്, ആ ഭഗവാൻ ഇതാ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. കണ്ടതോടുകൂടി വലിയ സന്തോഷമായി.
സന്തോഷമായി പരിഭ്രമമായി സന്തോഷപരിഭ്രമങ്ങളോടുകൂടി ദണ്ഡനമസ്കാരം ചെയ്യാണ്. വമന്തദംഗം വിനമയ്യ ദണ്ഡവത്. ദണ്ഡനമസ്കാരം ചെയ്ത് ഭഗവാനെ നമസ്കരിച്ചു. ആ കുഞ്ഞിന് 5 വയസ്സായിട്ടുള്ളൊരു കുട്ടിയാണല്ലോ. അപ്പം ആ കുഞ്ഞിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഭഗവാനെ കണ്ണുകളെ കൊണ്ട് പാനം ചെയ്യുന്നത് പോലെ, മുഖം കൊണ്ട് ചുംബിക്കുന്നവനെ പോലെയും, കൈകളെ കൊണ്ട് ആലിംഗനം ചെയ്യുന്നവനെ പോലെയും ഇതൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. കാരണം ഭഗവാനൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട്, ആലിംഗനം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ആനന്ദപരവശനായി എന്തൊക്കെയോ ചെയ്തു. ഭഗവാനെ ചുറ്റുഭാഗവും നടന്ന് നിരീക്ഷിക്കുന്നു. ഭഗവാന്റെ ആ മഞ്ഞപ്പട്ട് കാറ്റിലാടുന്നതായിട്ടുള്ള ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ഉരുക്കിയ തങ്കം പോലെയുള്ള പീതാംബരമൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട്. ഭഗവാന്റെ ഗദയിലൊക്കെ ഒന്ന് തൊട്ടു നോക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കുള്ളത് തന്നെയാണെന്ന് മനസ്സിലായി. കൗതുകത്തോടുകൂടി 4 ഭാഗവും നടന്ന് ഭഗവാനെ നിരീക്ഷിക്കുന്നു. കാരണം ഉള്ളിൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത്, മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കാണാൻ മാത്രമേ സാധിക്കൂ, സ്പർശിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പോൾ തൊട്ടു നോക്കാനൊക്കെ സാധിച്ചതോടുകൂടി വലിയ സന്തോഷമായി. അപ്പോഴാണ് ധ്രുവന് ഭഗവാനെ ഒന്ന് സ്തുതിക്കണം എന്നൊരാഗ്രഹം തോന്നി. പക്ഷേ ഭഗവാന്റെ മഹിമകളൊന്നും അറിയില്ല, അതിനുള്ള വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്തുതിക്കാനുള്ള വാക്കുകൾ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ കൈകൂപ്പി തൊഴുത് നിൽക്കുന്നതായിട്ടുള്ള ആ ബാലൻ്റെ, കുഞ്ഞിൻ്റെ ആഗ്രഹം അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ അറിയാമല്ലോ. അങ്ങനെ ആ ഭഗവാൻ മനസ്സിലാക്കി. ഭഗവാൻ തൻ്റെ കയ്യിലുള്ളതായ ആ പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ് കൊണ്ട്, വേദസ്വരൂപമാണ് ആ ശംഖ്, ആ ശംഖ് കൊണ്ട് ധ്രുവൻ്റെ കവിളിൽ ഒന്ന് തലോടി. ഭഗവാന്റെ ശംഖ് ധ്രുവൻ്റെ കവിളിൽ ഒന്ന് സ്പർശിച്ചതോടുകൂടി ഒരു നദി അണപൊട്ടി ഒഴുകി വരുന്നതുപോലെ ധ്രുവൻ്റെ ഉള്ളിൽ ഭഗവാനെ സ്തുതിക്കുന്നതിനുള്ളതായ സാമർഥ്യവും ഭഗവാന്റെ പരമാർത്ഥ തത്വത്തെക്കുറിച്ചുള്ള അറിവും എല്ലാം ആ കുഞ്ഞിലുണ്ടായി. ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ. സ്തുതിക്കാൻ നിർലോഭം വാക്കുകളും ഒരു പ്രവാഹം പോലെ, അത് നമുക്ക് ധ്രുവസ്തുതിയിൽ കാണാൻ സാധിക്കും. ആ വാക്കുകളുടെ ഒരു പ്രവാഹ മാധുര്യം. അങ്ങനെ ഭക്തി നിറഞ്ഞ ഹൃദയത്തോടുകൂടി, കണ്ണിൽ ആനന്ദാശ്രുക്കളോടുകൂടി, തൊണ്ട ഇടറിക്കൊണ്ട് ധ്രുവൻ ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. അതാണ് യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സകലവിധ ശക്തികളുടെയും ഉറവിടമായിട്ടുള്ള ഹേ ഭഗവാനെ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് ഉറങ്ങിക്കിടന്നിരുന്നതായ എൻ്റെ വാക്കുകളെ ഉത്തേജിപ്പിച്ചു. സ്തുതിക്കാനറിയാതെ മൂകനായി നിന്ന എന്നെ അവിടുന്ന് വാചാലനാക്കി മാറ്റി. കൈകൾക്കെടുക്കാനും കാലുകൾക്ക് നടക്കാനും കാതിന് കേൾക്കാനും ത്വക്കിന് സ്പർശിക്കാനും പ്രാണനും ഇടിക്കാനുമുള്ള കഴിവ് തന്ന് അനുഗ്രഹിക്കുന്നതായിട്ടുള്ള പരമപുരുഷനായിരിക്കുന്ന ഹേ ഭഗവാനെ, ഞാനിതാ നിന്തിരുവടിയെ നമസ്കരിക്കുന്നു. ഏകനായ അവിടുന്ന് 3 ഗുണങ്ങളോടുകൂടിയ മായ കൊണ്ട് മഹത്വത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളെയും അവ കൊണ്ട് ശരീരങ്ങളെയും സൃഷ്ടിച്ച് ശരീരങ്ങളിൽ വിറകിൽ അഗ്നി എന്ന പോലെ ശ്രേഷ്ഠനായും നികൃഷ്ടനായും തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവൻ നിന്തിരുവടിയെ ശരണം പ്രാപിച്ചതിനാൽ അവിടുന്ന് അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്തു. ആ ജ്ഞാനത്തിൻ്റെ പ്രഭാവം കൊണ്ട് ബ്രഹ്മാവിന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. മുക്തന്മാർക്ക് പോലും ആശ്രയീഭൂതനായ നിന്തിരുവടിയുടെ പാദകമലങ്ങളെ നന്ദിയുള്ള ആർക്കാണ് ഭഗവാനെ മറക്കാൻ കഴിയുക? അവിടുന്ന് ദീനബന്ധുവല്ലേ? ബ്രഹ്മദേവൻ സൃഷ്ടിച്ചതിനാലാണല്ലോ ജീവജാലങ്ങൾ ഉണ്ടായത്. എന്നാൽ ബ്രഹ്മദേവന് സൃഷ്ടിക്ക് വേണ്ട ജ്ഞാനം നൽകി അനുഗ്രഹിച്ചത് അവിടുന്നല്ലേ? അതിനാൽ സ്വന്തം ഉൽപ്പത്തിക്ക് പോലും ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നത് അവിടുത്തോടല്ലേ ഭഗവാനെ? ആ സ്ഥിതിക്ക് അങ്ങയെ മറന്ന് ജീവിക്കുക എന്നതിനേക്കാൾ നന്ദികേടൊരു മനുഷ്യന് വേറെ എന്താണ് ചെയ്യാനുള്ളത്? ജനനമരണ സ്വരൂപമായ സംസാരത്തിൽ നിന്ന് ജീവനെ മോചിപ്പിക്കുന്ന അപാര കരുണാനിധിയാണ് അങ്ങ്. അപ്രകാരമുള്ള അങ്ങയെ
വെറും തുച്ഛങ്ങളായ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നത് മായ കൊണ്ട് വിവേകം നശിച്ചവരാണ്. സർവ അഭീഷ്ടങ്ങളെയും സാധിക്കുന്ന കൽപ്പകവൃക്ഷത്തെ സമീപിച്ച് തുച്ഛവസ്തുക്കളെ യാചിക്കുന്നവരെ പോലെ നിർഭാഗ്യവാന്മാരായിട്ടുള്ളവരാണ് അങ്ങനെയുള്ള ആളുകൾ. കാരണം ശാരീരിക സുഖങ്ങൾ കൃമികീടങ്ങൾക്ക് പോലും സുലഭമാണല്ലോ ഭഗവാനെ. അവിടുത്തെ കാൽത്താരിണകളെ ധ്യാനിക്കുമ്പോഴും ഭക്തന്മാരിലൂടെ അങ്ങയുടെ കഥാമൃതത്തെ പാനം ചെയ്യുമ്പോഴും ഉണ്ടാകുന്നതായ ആനന്ദം ബ്രഹ്മാനുഭൂതിയിൽ പോലും കിട്ടില്ല. ആ സ്ഥിതിക്ക് നാശമുള്ളതായ സ്വർഗാദി ലോകങ്ങളിൽ ഒന്നും പ്രത്യേകിച്ച് ലഭിക്കില്ല എന്ന് എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? അനശ്വരനായിട്ടുള്ള ഹേ ഭഗവാനെ, നിന്തിരുവടിയിലേക്ക് ഭക്തിയെ പ്രവഹിപ്പിക്കുന്നവരും നിർമ്മല മനസ്സോടുകൂടിയവരുമായ ഭക്തന്മാരോടുള്ള സത്സംഗം എനിക്ക് കൂടെ കൂടെ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണേ. അവരുടെ മുഖത്തു നിന്നും ഒഴുകുന്നതായ ഭഗവത് കഥാമൃത സാഗരത്തിലിറങ്ങി ആണ്ടുമുങ്ങിയ മനസ്സോടുകൂടിയവനായി ഞാൻ ഈ സംസാര സമുദ്രത്തെ നിഷ്പ്രയാസം കടന്നുകൊള്ളാം. പത്മനാഭനായിട്ടുള്ള ഹേ ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ സർവാത്മന ശരണം പ്രാപിച്ച ഭക്തരോട് ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ അനുനിമിഷം ഭക്തി വർദ്ധിച്ചു വരും. അതോടെ ശരീരത്തെ മറക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പുത്രന്മാർ, സ്നേഹിതന്മാർ, ഗൃഹം, ധനം, ഭാര്യ മുതലായവയെപ്പറ്റി ഓർമ്മ ഉണ്ടാവില്ല. ജനനരഹിതനായിരിക്കുന്ന ഹേ ഭഗവാനെ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ, സർപ്പങ്ങൾ, ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ തുടങ്ങിയ പലതരം ജീവന്മാരോടുകൂടിയതും സ്ഥൂലസൂക്ഷ്മ വിഭാഗത്തോടുകൂടിയതും പ്രപഞ്ചാകാരേണ വിളങ്ങുന്നതും മഹത്തത്വം മുതൽ ഭൂമി വരെയുള്ള തത്വങ്ങളെക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമായ നിന്തിരുവടിയുടെ വിരാട് സ്വരൂപത്തെ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. എന്നാൽ ഇതിനതീതവും വാക്കുകളെക്കൊണ്ട് നിർദ്ദേശിക്കാൻ കഴിയാത്തതുമായ ബ്രഹ്മതത്വത്തെ എനിക്കറിയാൻ കഴിയുന്നില്ല. പരമപുരുഷനായിട്ടുള്ള അവിടുന്ന് പ്രളയകാലത്ത് ബ്രഹ്മാണ്ടത്തെ മുഴുവൻ തൻ്റെ ഉള്ളിലടക്കി ആദിശേഷനിൽ യോഗനിദ്രയിൽ മുഴുകിക്കഴിയുന്നു. അപ്രകാരമുള്ള അങ്ങയുടെ നാഭികമലത്തിൽ നിന്നാണല്ലോ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവുണ്ടായത്. അങ്ങനെ ബ്രഹ്മദേവനും ആദികാരണമായിരിക്കുന്ന ഹേ ഭഗവാനെ, അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അവിടുന്ന് സ്വതവേ തന്നെ മുക്തനാണ്, പരിശുദ്ധനാണ്, സർവജ്ഞനാണ്, ചൈതന്യമയനാണ്, നിർവികാരനാണ്, ആദിയിൽ തന്നെ ഉള്ളവനാണ്. ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം ഈ 6 ഗുണങ്ങളുടെയും പൂർണ്ണതയാണ്. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ നിയന്താവാണ്. ബുദ്ധിയിലെ ഓർമ്മകളെ അതാത് സമയത്ത് അഖണ്ഡ ജ്ഞാനം കൊണ്ട് അറിയുന്നവനാണ്. അവിടുന്ന് ജീവന്മാരിൽ നിന്നും ഭിന്നനായി ലോകത്തെ പാലിക്കുന്ന വിഷ്ണുവായിട്ട് വർത്തിക്കുന്നു. അന്യോന്യ വിരുദ്ധ സ്വഭാവങ്ങളോടുകൂടിയ വിദ്യ, അവിദ്യ എന്നിവയും സൃഷ്ടി, സംഹാരം എന്നിവയും അനുനിമിഷം ഉണ്ടായിക്കൊണ്ടും ഇല്ലാതായിക്കൊണ്ടും ഇരിക്കുന്നത് യാതൊരുവനിലാണോ? പ്രപഞ്ചത്തിന് കാരണഭൂതനും ഏകനും അവസാനമില്ലാത്തവനും ആദിയിലുള്ളവനും ആനന്ദമാത്രസ്വരൂപനും ഒരുവിധ വികാരവുമില്ലാത്തവനും പരബ്രഹ്മതത്വവുമായ നിന്തിരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഭഗവാനെ, യാതൊന്നും ആഗ്രഹിക്കാതെ നിന്തിരുവടിയെ ഭജിക്കുന്ന നിഷ്കാമഭക്തന് അവിടുത്തെ പാദസേവ തന്നെ മറ്റെല്ലാ അഭീഷ്ടങ്ങളെക്കാളും ആനന്ദപ്രദമാണ്. അങ്ങനെയാണെങ്കിലും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വ്യഗ്രനായ അവിടുന്ന് എന്നെപ്പോലെയുള്ള സകാമഭക്തന്മാരെയും അവരവർക്ക് വേണ്ട അഭീഷ്ടങ്ങളെ നൽകി പരിപാലിച്ചു വരുന്നു. ഇങ്ങനെയൊക്കെ സ്തുതിച്ച ധ്രുവനെ അഭിനന്ദിച്ചുകൊണ്ട് ഭഗവാൻ അരുളി ചെയ്തു, രാജകുമാര, നിന്റെ ആഗ്രഹം എന്താണ് എന്ന് എനിക്കറിയാം. കിട്ടാൻ പ്രയാസമാണെങ്കിലും ഞാൻ അത് തന്ന് നിന്നെ അനുഗ്രഹിക്കും. ഗ്രഹങ്ങൾ, താരങ്ങൾ, നക്ഷത്രങ്ങൾ എന്നീ രാശിചക്രത്തിൻ്റെ കേന്ദ്രസ്ഥാനമായതും തേജോമയവുമായ ശാശ്വതസ്ഥാനമാണ് ധ്രുവപദവി. ധർമ്മദേവനും അഗ്നിയും കശ്യപനും വാനപ്രസ്ഥരായ മുനിമാരും പ്രദക്ഷിണം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന കേന്ദ്രസ്ഥാനവും കൽപ്പകാലം വരെ നീണ്ട ആയുസ്സുള്ളവർക്ക് പോലും അപ്രാപ്യവുമാണ് ആ ധ്രുവപദം. അതാണ് ഞാൻ നിനക്ക് തന്ന് അനുഗ്രഹിക്കാൻ പോകുന്നത്. ആ സ്ഥാനത്ത് ഇതിനു മുൻപ് ആരും എത്തിച്ചേർന്നിട്ടില്ല. നിന്നെ രാജാവാക്കി വാഴിച്ച് അച്ഛൻ തപസ്സിനായി വനത്തിലേക്ക് പോകും. അതിനുശേഷം നീ 36,000 സംവത്സരക്കാലം ഏതൊരു സിംഹാസനത്തിലാണോ നിന്നെ ഒന്ന് ഇരിക്കുന്നതിന് അവഗണിച്ച് അല്ലെങ്കിൽ അതിനനുവാദം നൽകാതെ ആ സിംഹാസനത്തിൽ നിന്നും അകറ്റിയത്, ആ സിംഹാസനത്തിലിരുന്ന് 36,000 സംവത്സരം ധർമ്മനിഷ്ഠയോടുകൂടി നീ രാജ്യം ഭരിക്കും. നായാട്ടിന് പോയി കാട്ടിൽ വെച്ച് നിന്റെ സഹോദരനായ ഉത്തമൻ കൊല്ലപ്പെടും. അവനെ തിരഞ്ഞ് വനത്തിലേക്ക് പോകുന്ന സുരുചിയായ നിന്റെ ചെറിയമ്മ കാട്ടുതീയിൽപ്പെട്ട് മരിക്കും. യജ്ഞസ്വരൂപിയായ എന്നെ ധാരാളം ദക്ഷിണയോടുകൂടിയ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കുകയും
ഈ ലോകത്തിലെ നല്ല അനുഭവങ്ങൾ അനുഭവിക്കുകയും ചെയ്ത് അവസാന കാലത്ത് നീ ഞാനിപ്പോൾ പറഞ്ഞത് ഓർമ്മിക്കും. അപ്പോൾ എല്ലാ ലോകരും നമസ്കരിക്കുന്നതും സപ്തർഷി മണ്ഡലത്തിന് മുകളിലുള്ളതുമായ ധ്രുവ പദവി എന്ന എൻ്റെ സ്ഥാനത്തെ നീ പ്രാപിക്കും. അവിടെ എത്തിച്ചേർന്നവൻ പിന്നീട് സംസാരത്തിൽ ജനിക്കേണ്ടി വരില്ല. ധ്രുവന് ഇപ്രകാരം ഉത്കൃഷ്ട സ്ഥാനത്തെ നൽകി അനുഗ്രഹിച്ച് ഭഗവാൻ വൈകുണ്ഠ ലോകത്തേക്ക് പോയി. ഭഗവാന്റെ പാദസേവാ പ്രഭാവം കൊണ്ട് ഉത്കൃഷ്ട സ്ഥാനത്തെ ലഭിച്ചുവെങ്കിലും ധ്രുവൻ വേണ്ടത്ര കൃതാർത്ഥയോടെയല്ല അരമനയിലേക്ക് മടങ്ങിയത്. അനേക ജന്മങ്ങളെ കൊണ്ടുപോലും സേവിച്ച് സന്തോഷിപ്പിക്കാൻ പ്രയാസമായ ഭഗവാനെ വെറും 6 മാസം കൊണ്ട് പ്രത്യക്ഷമാക്കി. ശ്രേഷ്ഠമായ സ്ഥാനം സമ്പാദിച്ചിട്ടും ധ്രുവന് കൃതാർത്ഥത അനുഭവപ്പെടാതിരിക്കാൻ എന്താണ് കാരണം എന്ന് വിതുരൻ ചോദിക്കുകയാണ്. കാരണം ആർക്കും നേടാൻ കഴിയാത്ത ഒരു പദവിയാണല്ലോ, അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ് ധ്രുവൻ കേവലം 6 മാസം കൊണ്ട് നേടിയത്. എന്നിട്ടും അദ്ദേഹത്തിന് പൂർണ്ണമായൊരു തൃപ്തി വന്നില്ല, കൃതാർത്ഥത വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ അതിന് കാരണം എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് മൈത്രേയ മഹർഷി പറയുന്നത്, ചെറിയമ്മയായ സുരുചിയുടെ കഠിന വാക്കുകളാൽ ഹൃദയം പിളർന്നിരുന്നതിനാൽ മോക്ഷാനുഭൂതിയെ നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാനിൽ നിന്ന് സംസാരമുക്തിയെ വരമായി ചോദിക്കാൻ തോന്നാഞ്ഞതിനാലാണ് ധ്രുവന് സങ്കടം അനുഭവപ്പെട്ടത്. കാരണം മോക്ഷം നൽകാൻ സാമർഥ്യമുള്ള ആളായിരുന്നു ഭഗവാൻ. ആ ഭഗവാനെ കയ്യിൽ കിട്ടിയിട്ടും ഈ സംസാരമുക്തി എന്നുള്ളത് തനിക്ക് ചോദിക്കാൻ സാധിച്ചില്ല. കേവലം തുച്ഛമായിട്ടുള്ള ഈ വിഷയഭോഗങ്ങളാണല്ലോ തനിക്ക് വരമായി തന്ന് ഭഗവാൻ പറ്റിച്ചത് എന്ന് ധ്രുവന് തോന്നി. ധ്രുവൻ സ്വയം വിചാരിക്കുകയാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിമാരായ സനകാദികൾ പോലും അനേക ജന്മങ്ങളിലെ തപസ്, യോഗം, സമാധി എന്നീ അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഭഗവാനെ സാക്ഷാത്കരിച്ചത്. അങ്ങനെയുള്ള ഭഗവാനെ എനിക്ക് വെറും 6 മാസം കൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞു. എന്നിട്ടും ഭേദദൃഷ്ടി നീങ്ങാഞ്ഞതിനാൽ ഞാൻ മോക്ഷപ്രാപ്തി സാധിക്കാതെയാണല്ലോ തിരിച്ചു വന്നത്. നിർഭാഗ്യവാനായ എൻ്റെ വിവരക്കേട് നോക്കൂ. സംസാരത്തെ ഉന്മൂലനം ചെയ്യുന്ന ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം സാധിച്ചിട്ടും ഞാൻ നശ്വരമായ രാജ്യസമ്പത്തിനെയാണല്ലോ വരിച്ചത്. ഞാൻ ദേവന്മാരെക്കാൾ ഉയർന്നു പോകുന്നത് അവർക്കിഷ്ടമല്ല. അതിനാൽ അവരെൻ്റെ മനസ്സിനെ ദുഷിപ്പിച്ചു. അതുകൊണ്ടാണ് തനിക്ക് ഈ വിഷയങ്ങളെ ചോദിക്കാൻ തോന്നിയത്. നിഷ്കാമഭക്തിയുടെ ഉത്കൃഷ്ടത നാരദ മഹർഷി എനിക്ക് പറഞ്ഞു തന്നിരുന്നു. എന്നാൽ നിർഭാഗ്യവാനായ ഞാൻ അത് ഓർമ്മിച്ചില്ല. സ്വപ്നം കാണുന്നത് പോലെയാണ് മായയ്ക്കടിമപ്പെട്ട് പ്രപഞ്ചത്തെ സത്യമായി കാണുന്നത്. ആത്മാവിൽ നിന്ന് ഭിന്നമായി ഒന്നുമില്ല എന്നതാണ് വാസ്തവം. എന്നിട്ടും സഹോദരനായ ഉത്തമൻ എതിരാളിയാണ് എന്ന് എനിക്ക് തോന്നി. ആ ഭേദഭാവനയാൽ ഞാനിപ്പോൾ ദുഃഖമനുഭവിക്കുന്നു. ജഗത്തിൻ്റെ മുഴുവൻ ആത്മാവും എളുപ്പത്തിൽ പ്രസാദിപ്പിക്കാൻ കഴിയാത്തവനും സംസാരവാസനകളെ നശിപ്പിക്കുന്നവനുമായ ഭഗവാനെ തപസ്സുകൊണ്ട് ആരാധിച്ച് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടും നിർഭാഗ്യവാനായ ഞാൻ വെറും ഭൗതിക സുഖങ്ങളാണല്ലോ ആഗ്രഹിച്ചത്. ആയുസ് അവസാനിച്ചാൽ ചികിത്സ നിഷ്പ്രയോജനമായി പോകുന്നത് പോലെയായി എൻ്റെ പ്രയത്നം. കാരണം ആയുസ്സില്ലാത്തവന് എത്ര വലിയ സിദ്ധൌഷധം കൊടുത്തിട്ടും പ്രയോജനമില്ലല്ലോ. അതുപോലെയായില്ലേ എൻ്റെ പ്രയത്നം. ഇനി 36,000 സംവത്സരം രാജ്യഭരണവും പ്രളയം വരെയുള്ള ധ്രുവ പദവിയും കഴിഞ്ഞല്ലേ ഈശ്വരപ്രാപ്തി എന്നുള്ളത് സാധ്യമാകൂ. പരമദരിദ്രനായ ഒരുവൻ ഒരു ചക്രവർത്തിയെ സേവിച്ച് സന്തോഷിപ്പിച്ചു. അദ്ദേഹം എന്തു വേണമെങ്കിലും തൻ്റെ സേവകനായ ആ ദരിദ്രന് നൽകാൻ സന്നദ്ധനായി. എന്നാൽ അവൻ 4 നെന്മണികളാണ് ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ആയില്ലേ എൻ്റെ കാര്യവും. മോക്ഷാനുഭൂതിയെ നൽകിത്തന്ന് അനുഗ്രഹിക്കാൻ സാമർഥ്യമുള്ളതായ ആ മഹാപ്രഭുവിൽ നിന്ന് ഞാൻ സംസാര അനുഭവങ്ങളെയാണല്ലോ വരമായി സ്വീകരിച്ചത്. ഈ വിചാരമാണ് ധ്രുവൻ്റെ അസംതൃപ്തിക്ക് കാരണം വിതുര. ഭഗവത് പദാരവിന്ദങ്ങളെ സർവാത്മന ആശ്രയിച്ച അങ്ങേപോലെയുള്ള ഉത്തമ ഭക്തന്മാർ അവിടുത്തെ പാദദാസ്യമല്ലാതെ ഭൗതിക സമ്പത്തുകളൊന്നും ആഗ്രഹിക്കാറില്ല. നിഷ്കാമഭക്തിക്ക് മുമ്പിൽ സകാമഭക്തി എത്രയോ തുച്ഛമാണ്. അങ്ങനെ ധ്രുവൻ മടങ്ങി വരുന്ന വിവരം കേട്ട ഉത്താനപാദ മഹാരാജാവ് മരിച്ചവൻ തിരിച്ചെത്തിയാൽ എന്നതുപോലെ സന്തോഷിച്ചു. ധ്രുവനെ സ്വീകരിക്കാനായി തേരിലേറി പുരോഹിതനോടും ബ്രാഹ്മണരോടും മന്ത്രിമാരോടും കുലവൃദ്ധന്മാരോടും ബന്ധുക്കളോടും ഒന്നിച്ച് പുറപ്പെട്ടു. ധ്രുവൻ കാട്ടിലേക്ക് പോയതോടുകൂടി സുരുചിയുടെ മനസ്സിനും ഒരു മാറ്റം വന്നിരുന്നു. താൻ സുനീതിയെയും ധ്രുവനെയും ദ്വേഷിച്ചതിനെയും അവരുടെ ജീവിതം നരകതുല്യമാക്കി തീർത്തതിനെയും പറ്റി പശ്ചാത്തപിച്ചിട്ടുണ്ടായിരുന്നു.
സുനീതിയെ ജ്യേഷ്ഠത്തിയെപ്പോലെ സ്നേഹിക്കാൻ തുടങ്ങി. ധ്രുവൻ വരുന്ന വിവരം അറിഞ്ഞതോടെ സുനീതിയും സുരുചിയും ഉത്തമനോടൊന്നിച്ച് പല്ലക്കിൽ കയറി രാജാവിനെ അനുഗമിച്ചു. ഉപവനത്തിൽ ദൂരത്തായി ധ്രുവനെ കണ്ടതോടെ ഉത്താനപാത രാജാവ് തേരിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് ധ്രുവനെ ആലിംഗനം ചെയ്തു. ശിരസിൽ ഘ്രാണിച്ച് വാത്സല്യം കൊണ്ടൊഴുകുന്ന കണ്ണീരുകൊണ്ട് കുളിപ്പിച്ചു. അച്ഛൻ്റെ കാൽക്കൽ നമസ്കരിച്ച് ആശീർവാദം വാങ്ങിയതായ ധ്രുവൻ പിന്നീട് ചെറിയമ്മയായ സുരുചിയെ നമസ്കരിച്ചു. അതിനൊരു കാരണമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, വിചാരം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വശങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ സാധിക്കും. ഒരു വശം, ഇപ്പോൾ ധ്രുവനെ, ഒരു കൊച്ചുകുട്ടിയെ നിഷ്കരുണം ഇതുപോലെ അപഹസിച്ച് അവനെ ആ സിംഹാസനത്തിലൊന്ന് ഇരിക്കാൻ അനുവദിക്കാതെ ആട്ടിയോടിച്ച ക്രൂരയാണ് ആ സുരുചി. എന്നാൽ അതിൻ്റെ ഒരു മറുവശം, അങ്ങനെയൊരു സുരുചി ഇല്ലായിരുന്നു എങ്കിൽ ധ്രുവൻ ഒരിക്കലും ധ്രുവനാകുമായിരുന്നില്ല. തനിക്ക് ഈ വന്ന ഐശ്വര്യങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ഈ വന്നതായിട്ടുള്ള പദവികൾക്കൊക്കെ, ഈ സൗഭാഗ്യത്തിനൊക്കെ തൻ്റെ ചെറിയമ്മ ഒരു മുഖ്യ കാരണമാണ് എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു തിരിച്ചറിവ് വന്നതായിട്ടുള്ള ധ്രുവന് ചെറിയമ്മയോട് പകയോ വിദ്വേഷമോ അല്ല ഉണ്ടായത്. സ്വന്തം അമ്മയെ നമസ്കരിക്കുന്നതിനേക്കാളും മുമ്പ് ധ്രുവൻ പോയിട്ട് ചെറിയമ്മയാണ് നമസ്കരിക്കുന്നത്. കാരണം ആ സുരുചിയമ്മ ഇല്ലായിരുന്നു എങ്കിൽ താനിപ്പോഴും ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കുട്ടി മാത്രമാകുമായിരുന്നു എന്ന തിരിച്ചറിവ് ധ്രുവനുണ്ടായി. എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെയാണ്. ഏതാണെങ്കിലും തന്നെ വന്ന് നമസ്കരിച്ചതായിട്ടുള്ള ആ ബാലനെ ചെറിയമ്മയായിട്ടുള്ള സുരുചി ഇപ്പം മനസ്സൊക്കെ മാറിയെന്ന് പറഞ്ഞുവല്ലോ, അതുകൊണ്ട് തന്നെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് ദീർഘായുഷ്മാനായിരിക്കൂ മകനെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഭഗവാൻ ഒരാളോട് സന്തോഷിച്ചാൽ അവനെ എല്ലാവരും ആദരിക്കും. അതാണ് സുരുചിക്ക് പോലും ധ്രുവനോട് സ്നേഹം തോന്നാൻ കാരണം. ഈശ്വരാനുഗ്രഹം എന്നുള്ളത് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ആർക്കും ശത്രുതയുണ്ടാവില്ല. ഉത്തമനും ധ്രുവനും പരസ്പരം കെട്ടിപ്പിടിച്ച് ആനന്ദക്കണ്ണീരൊഴുക്കി. സുനീതിയാകട്ടെ പ്രാണനേക്കാളും പ്രിയപ്പെട്ട മകനെ വാരിയെടുത്ത് മടിയിലിരുത്തി ആനന്ദാനുഭൂതിയിൽ മുഴുകി മകൻ്റെ ആ വിരഹദുഃഖം തീർത്തു. ധാരധാരയായി ഒഴുകുന്ന കണ്ണീരുകൊണ്ട് തൻ്റെ ഓമന മകനെ കുളിപ്പിച്ചു. ജനങ്ങൾ സുനീതിയുടെ ഭാഗ്യത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, നഷ്ടപ്പെട്ട പുത്രനെ തിരിച്ചു കിട്ടിയ ഭവതി തീർത്തും ഭാഗ്യവതിയാണ്. ദേവിയുടെ ഈ മകൻ വളരെ കാലം രാജാവായി ഭൂമിയെ രക്ഷിക്കും. ഭഗവാനെ ഭവതി നിശ്ചയമായിട്ടും ആരാധിച്ച് സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഭവതിയുടെ ഈ പുത്രൻ ഈ 5.5 വയസ്സ് പ്രായത്തിൽ തന്നെ ഭഗവാനെ തപസ്സുകൊണ്ട് സന്തോഷിപ്പിച്ച് ഇങ്ങനെ വരങ്ങളൊക്കെ വാങ്ങിച്ചു വന്നത്. ജനങ്ങളിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കെ ധ്രുവനെയും ഉത്തമനെയും ആനപ്പുറത്ത് കയറ്റി മഹാരാജാവ് അരമനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജധാനിയിലേക്കുള്ള വഴിയുടെ ഇരുപുറവും കൊടിക്കൂറകൾ, കുരുത്തോലകൾ, പൂമാലകൾ, തോരണങ്ങൾ, കുലവാഴകൾ മുതലായവ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. വഴിയിൽ ചന്ദനച്ചാറ് തളിച്ച് പൂക്കളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അക്ഷതവും മലരും വഴിയിൽ വിതറിയിട്ടുണ്ടായിരുന്നു. ജനസമൂഹം വഴിനീളെ ധ്രുവനെ എതിരേറ്റു സ്വീകരിക്കാനായി പലവിധ കാഴ്ചദ്രവ്യങ്ങളുമായി കാത്തുനിന്നിരുന്നു. പുരസ്ത്രീകൾ വഴിനീളെ ധ്രുവന് ആശസ്സുകൾ നേർന്നുകൊണ്ട് കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് വെൺകടുക്, അക്ഷതം, തൈര്, കറുകനാമ്പ്, ജലം ഇവയൊക്കെ വിതറിയിരുന്നു. സ്ത്രീകൾ ധ്രുവനെ സ്തുതിച്ചു പാടിക്കൊണ്ടിരുന്നു. അവരുടെ മംഗളഗീതങ്ങൾ കേട്ടുകൊണ്ട് ധ്രുവൻ അച്ഛൻ്റെ സകലവിധ സമൃദ്ധികളും തികഞ്ഞ അരമനയിൽ പ്രവേശിച്ചു. രത്നനിർമ്മിതമായ മണിമാളികയിൽ അച്ഛൻ്റെ പ്രത്യേക ലാളന അനുഭവിച്ചുകൊണ്ട് സുഖമായി അങ്ങനെ താമസിച്ചു. പാൽനുര പോലെ മൃദുവായ മെത്തകൾ, ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയതായ കട്ടിലുകൾ, സ്വർണ്ണ സിംഹാസനങ്ങൾ, സ്ഫടികം കൊണ്ട് നിർമ്മിച്ച ചുവരുകളിൽ വിളക്കുകളെപ്പോലെ ശോഭിക്കുന്നതായ രത്നങ്ങൾ, വണ്ടുകൾ മുരണ്ടുകൊണ്ടും കുയിലുകൾ കൂകിക്കൊണ്ടും പറന്നു നടക്കുന്നതായ മനോഹരങ്ങളായ ഉപവനങ്ങൾ, വൈഡൂര്യ രത്നങ്ങൾ പതിച്ച കൽപ്പടവുകളോടുകൂടിയതായ സരസ്സുകളാൽ ശോഭിക്കുന്ന ഉദ്യാനങ്ങൾ, സരസ്സുകളിൽ വികസിച്ചു നിൽക്കുന്ന താമര, ആമ്പൽ മുതലായ പുഷ്പങ്ങൾ, തടാകങ്ങളിൽ നീന്തിക്കളിക്കുന്ന അരയന്നം, ചക്രവാകം, കുളക്കോഴി മുതലായ പക്ഷികളുടെ മധുര പൂജനങ്ങൾ, ഇങ്ങനെ എല്ലാവിധത്തിലും സ്വർഗസമാനമായിരുന്നു ഉത്താനപാത മഹാരാജാവിൻ്റെ ആ അരമന.
മകൻ്റെ പ്രഭാവം കാണുകയും കേൾക്കുകയും ചെയ്ത ഉത്താനപാദൻ അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഇപ്പം അദ്ദേഹത്തിന് തോന്നി താൻ വൃദ്ധനായി തീർന്നു. ധ്രുവൻ യുവാവായി കഴിഞ്ഞു. പ്രജകൾക്ക് ജീവനേക്കാളും സ്നേഹമാണ് ധ്രുവനോട്. അതുകൊണ്ട് തന്നെ രാജാവ് ധ്രുവനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്ത് തപസ് ചെയ്യാനായി വനത്തിലേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ 9-ാം അധ്യായം ഉപസംഹരിക്കുന്നത്. പിന്നീട് 10-ാം അധ്യായമാണ് ധ്രുവനും യക്ഷനും തമ്മിലുള്ളതായ യുദ്ധം. അങ്ങനെ അച്ഛൻ തപസ്സിനൊക്കെ പോയതിനു ശേഷം പിന്നീട് ധ്രുവൻ രാജാവായി ഭരണം നടത്തുന്നു. അദ്ദേഹം ശിശുമാര പ്രജാപതിയുടെ മകളായ ഭ്രമിയെ വിവാഹം ചെയ്തു. അവളിൽ അദ്ദേഹത്തിന് കൽപ്പൻ എന്നും വത്സരൻ എന്നും 2 പുത്രന്മാരുണ്ടായി. വായുവിൻ്റെ പുത്രിയായിട്ടുള്ള ഇളയെയും ധ്രുവൻ പിന്നീട് വിവാഹം കഴിക്കുന്നുണ്ട്. അവളിൽ ഉൽക്കലൻ എന്ന ഒരു പുത്രനും അതുപോലെ തന്നെ പരമസുന്ദരിയായിട്ടുള്ള ഒരു കന്യകയും ഉണ്ടായി. ഉത്തമൻ വിവാഹം കഴിച്ചില്ല. അതായത് സുരുചിയുടെ മകനായ ഉത്തമൻ, അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം ഒരു നായാട്ടിനു വേണ്ടി കാട്ടിലേക്ക് പോയി. അങ്ങനെ നായാട്ട് നടത്തിക്കൊണ്ടിരിക്കെ വനത്തിൽ വെച്ച് ഒരു യക്ഷനെ കണ്ടുമുട്ടുന്നു. ആ യക്ഷനുമായി യുദ്ധമുണ്ടാകുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ യക്ഷൻ ഉത്തമനെ കൊല്ലുന്നു. ഉത്തമനെ കാണാഞ്ഞതിനാൽ അമ്മയായിട്ടുള്ള സുരുചി അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി. അങ്ങനെ ആ കാട്ടിൽ ഉത്തമനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നതിനിടയ്ക്ക് വലിയൊരു കാട്ടുതീയിൽപ്പെട്ടു. 4 ഭാഗത്തു നിന്നും ആളിക്കത്തുന്നതായ ഘോരമായ കാട്ടുതീയിൽപ്പെട്ട് സുരുചിയും മരിച്ചു. തൻ്റെ അനുജനെ ഒരു യക്ഷൻ കൊന്നു എന്ന വിവരമറിഞ്ഞ് കോപിച്ചതായ ധ്രുവൻ ജൈത്രമെന്നുള്ള തൻ്റെ പ്രസിദ്ധമായ തേരിലേറി യക്ഷന്മാരുടെ രാജ്യമാകുന്ന അളകാപുരിയിലേക്ക് ചെന്നു. കൈലാസപർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് അളകാപുരി. കുബേരനാണ് യക്ഷന്മാരുടെ രാജാവ്. അളകാപുരിയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് ധ്രുവൻ തൻ്റെ വലിയതായിട്ടുള്ള ശംഖ് നീട്ടി വിളിച്ചു. ശംഖനാദം കേട്ട് യക്ഷസ്ത്രീകൾ ഭയവിഹ്വലകളായി തീർന്നു. ശംഖനാദത്തിലൂടെയുള്ള പോരിന് വിളി കേട്ട് ശക്തരായ യക്ഷന്മാർ ആയുധധാരികളായിട്ട് പുറത്തേക്ക് വന്നു. 13,000 യക്ഷന്മാരാണ് യുദ്ധസന്നദ്ധരായി വന്നത്. എന്നാൽ ധ്രുവൻ അവരിൽ ഓരോരുത്തരെയും 3 ശരങ്ങളെ കൊണ്ട് എയ്ത് പിളർന്നു. നെറ്റിക്കുമേൽ തറച്ചു കയറിയ ശരങ്ങളാൽ തങ്ങൾ തരം താഴ്ത്തപ്പെട്ടവരായി യക്ഷന്മാർക്ക് തോന്നി. എങ്കിലും ധ്രുവന്റെ ആ യുദ്ധസാമർത്ഥ്യത്തെ അവർ മനസ്സാ അഭിനന്ദിക്കുകയും ചെയ്തു. ചവിട്ടേറ്റ സർപ്പത്തെ പോലെ കോപിച്ചതായ യക്ഷന്മാരെല്ലാവരും ഒരുമിച്ച് ധ്രുവനെ ശരവർഷം കൊണ്ട് മൂടി. എന്നാൽ ധ്രുവൻ ഇങ്ങോട്ട് ചെയ്തതിന് ഇരട്ടിയായിട്ട് അങ്ങോട്ടും ചെയ്യണമെന്നായിരുന്നു യക്ഷന്മാരുടെ വിചാരം. അവർ 13,000 പേരും ഇരുമ്പുദണ്ടുകൾ, വാള്, കുന്തം, ശൂലം, വെൺമഴു, ഈട്ടി, വേല്, ഭുഷുണ്ടി എന്ന ആയുധങ്ങളും അസംഖ്യം ശരങ്ങളും ധ്രുവനിൽ വർഷിച്ചു. ശരവർഷം കൊണ്ട് മൂടപ്പെട്ടതിനാൽ കോരിച്ചൊരിയുന്ന മഴ കൊണ്ട് പർവ്വതമെന്നതുപോലെ ധ്രുവനെ കാണാൻ പോലും ഇല്ലാതെയായി. അത്രയും ശരങ്ങളായിരുന്നു ധ്രുവന്റെ മേലേക്ക് അവർ പ്രയോഗിച്ചത്. അതുകണ്ട് ആകാശത്തിൽ നിന്നിരുന്നതായ സിദ്ധന്മാർ സങ്കടത്തോടു കൂടി പറഞ്ഞു, സൂര്യൻ സമുദ്രത്തിൽ എന്നതുപോലെ മനുവംശജനായ ഈ കുമാരൻ യക്ഷന്മാരാകുന്ന സമുദ്രത്തിൽ മുങ്ങിപ്പോയല്ലോ, കഷ്ടമായി പോയി എന്ന്. എന്നാൽ അപ്പോഴേക്കും സൂര്യൻ മൂടൽമഞ്ഞിനെ എന്നതുപോലെ ആയുധങ്ങളെ തകർത്തുകൊണ്ട് ധ്രുവൻ തേരോടുകൂടി പുറത്തേക്ക് വന്നു. യക്ഷന്മാരുടെ ആയുധങ്ങളെയൊക്കെ കാറ്റ് മേഘങ്ങളെ എന്നതുപോലെ പറപ്പിച്ചു കളഞ്ഞു. ധ്രുവന്റെ വില്ലിൽ നിന്നും പുറപ്പെട്ടതായ ബാണങ്ങൾ യക്ഷന്മാരുടെ മർമ്മങ്ങൾ പിളർന്ന് ഇടിമിന്നൽ പർവ്വതത്തിലേക്കെന്നതുപോലെ അവരുടെ ശരീരങ്ങളിലേക്ക് ആഞ്ഞു കയറി. മുറിച്ചു വീഴ്ത്തപ്പെട്ടതായ യക്ഷന്മാരുടെ തലകൾ, കാലുകൾ, കൈകൾ മുതലായവകളാൽ യുദ്ധക്കളം ധീരന്മാർക്ക് ആകർഷകമായിട്ട് ശോഭിച്ചു. മരിച്ചവരൊഴികെ ശേഷിച്ച യക്ഷന്മാർ ഭയപ്പെട്ട് ഓടി ഒളിച്ചു. ശത്രുക്കളെ ഒന്നും യുദ്ധക്കളത്തിൽ കാണാതായപ്പോൾ ശത്രു നഗരത്തെ കാണാൻ ആഗ്രഹം തോന്നിയെങ്കിലും ധ്രുവൻ ഉള്ളിലേക്ക് കടന്നില്ല. മായാവികളുടെ ചിന്താഗതി സാധാരണക്കാർക്ക് അറിയാൻ കഴിയില്ല എന്ന് ധ്രുവൻ സാരഥിയോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ നഗരത്തിലേക്ക് പ്രവേശിച്ചില്ല. അപ്പോഴേക്കും സമുദ്രത്തിൻ്റെ ഇരമ്പൽ പോലെ ഒരു വലിയ ശബ്ദം അവിടെ അലയടിച്ചു.
കാറ്റുകൊണ്ട് ദിക്കുകളിലൊക്കെ പൊടിപടലങ്ങൾ നിറഞ്ഞു. വളരെ വേഗത്തിൽ ആകാശം മുഴുവൻ മേഘങ്ങളെ കൊണ്ട് മൂടി. ഭയം ജനിപ്പിക്കുന്ന ഇടിമുഴക്കത്തോടെ മഴക്കാറുകൾ വർഷിക്കാൻ തുടങ്ങി. എന്നാൽ ആ മേഘങ്ങളിൽ നിന്ന് ജലത്തിന് പകരം ചോര, ചലം, മലമൂത്രങ്ങൾ, അസ്ഥികൾ മുതലായ മലിന പദാർത്ഥങ്ങളാണ് വർഷിച്ചത്. ആകാശത്തിൽ നിന്ന് അസംഖ്യം ശരീരങ്ങൾ ആ യുദ്ധക്കളത്തിൽ വന്നു വീണു. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരു വലിയ പർവ്വതം കാണാൻ സാധിച്ചു. അതിൽ നിന്ന് ഗദകൾ, പരിഘങ്ങൾ, വാളുകൾ, ഉലയ്ക്കകൾ തുടങ്ങിയ ആയുധങ്ങൾ യുദ്ധക്കളത്തിലേക്ക് നിരന്തരമായി വന്നു വീണുകൊണ്ടിരുന്നു. കൽമാരി വർഷവുമുണ്ടായി. അതായത് കല്ലുകൾ വാരി എറിയുകയാണ് ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് ഈ യുദ്ധക്കളത്തിലേക്ക്. ഉഗ്രമായി ചീറ്റുന്ന പാമ്പുകൾ കണ്ണുകളിലൂടെ തീ പറപ്പിച്ചുകൊണ്ട് യുദ്ധക്കളത്തിൽ പാഞ്ഞു നടന്നു. മതിച്ച ആനകളും സിംഹങ്ങളും കൂട്ടം കൂട്ടമായി ആ യുദ്ധക്കളത്തിൽ ഓടി നടക്കാൻ തുടങ്ങി. വലിയ തിരമാലകളോടുകൂടിയ സമുദ്രം പ്രളയകാലത്തെന്നതുപോലെ 4 ഭാഗത്തും ഭൂമിയെ മുക്കിക്കൊണ്ട് ഉയർന്നു വന്നു. ഇന്ന് നമുക്ക് സുനാമി എന്ന് പറയുന്നത് പോലെ വലിയതായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായി വരികയാണ്. ഇങ്ങനെ മായ കൊണ്ട് യക്ഷന്മാർ പല ക്ഷുദ്രപ്രയോഗങ്ങളും ചെയ്തു നോക്കി. ആ മായയെ കടക്കാൻ അത്ര എളുപ്പമല്ല സാധാരണക്കാർക്ക്. അത് കണ്ട മുനിമാർ യുദ്ധക്കളത്തിൽ വന്ന് ധ്രുവന് വിജയം ആശംസിക്കുകയാണ്. ഉത്താനപാത പുത്രനായ ഹേ ധ്രുവ, ആശ്രയിച്ചവരുടെ ദുഃഖത്തെ അകറ്റുന്ന ശാർംഗപാണിയായ വിഷ്ണു ഭഗവാൻ നിന്റെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ തിരുനാമങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്താൽ തന്നെ മൃത്യുവിനെ പോലും അതിക്രമിക്കാൻ കഴിയും. ആ സ്ഥിതിക്ക് ഭഗവത് ഭക്തനായ ഭഗവാന്റെ അനുഗ്രഹം സവിശേഷമായി കിട്ടിയ നിനക്ക് യക്ഷന്മാരുടെ ഈ മായ എത്രയോ തുച്ഛമാണ്. ഇങ്ങനെ പറഞ്ഞ് ഋഷികൾ ധ്രുവനെ അനുഗ്രഹിച്ചു. ഈ പറയുന്നിടത്ത് 10-ാം അധ്യായം കഴിയുകയാണ്. 11-ാം അധ്യായത്തിൽ ധ്രുവന് മനുവിൻ്റെ ഉപദേശമാണ് കേൾക്കാനുള്ളത്. ഋഷികളുടെ ആശീർവാദം ലഭിച്ചതായ ധ്രുവൻ ആചമനം ചെയ്ത് തൻ്റെ വലിയതായിട്ടുള്ള വില്ലിൽ സാക്ഷാൽ നാരായണ അസ്ത്രം തൊടുക്കുകയാണ്. അതോടെ ജ്ഞാനോദയത്തിൽ ക്ലേശങ്ങൾ എന്നതുപോലെ യക്ഷന്മാരുടെ മായെല്ലാം നിശേഷം നശിച്ചു. ധ്രുവൻ നാരായണാസ്ത്രം തൊടുത്തപ്പോൾ പൊൻകണയോടും അരയന്ന തൂവലോളും കൂടിയതായ അസംഖ്യം ശരങ്ങൾ വില്ലിൽ നിന്ന് പുറപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തോടെ മയിലുകൾ കാട്ടിലേക്കെന്നതുപോലെ ശത്രു സൈന്യത്തിലേക്ക് പ്രവേശിച്ചു. ആ ശരങ്ങളെ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടതായ യക്ഷന്മാർ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഗരുഡന് നേരെ പാമ്പുകൾ വരുന്നത് പോലെ ധ്രുവന് നേരെ പാഞ്ഞു വന്നു. നാരായണാസ്ത്രത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യസ്ത്രമില്ല. അതിനെ ആയുധങ്ങളെ കൊണ്ട് തടുക്കാൻ സാധിക്കില്ല. എന്നാൽ നാരായണാസ്ത്രത്തെ നമസ്കരിച്ചാൽ നമസ്കരിക്കുന്നവരെ ഉപദ്രവിക്കില്ല എന്നൊരു മേന്മയും ആ ദിവ്യാസ്ത്രത്തിനുണ്ട്. എതിർക്കും തോറും അസ്ത്രത്തിന് ശക്തി കൂടും. നമസ്കരിച്ചാൽ അത് പിന്നെ ഒന്നും ചെയ്യില്ല. അങ്ങനെയുള്ള നാരായണാസ്ത്രത്തെ യക്ഷന്മാർ എതിർക്കാൻ തുടങ്ങിയതോടുകൂടി ആ നാരായണാസ്ത്രം യക്ഷന്മാരെ കയ്യ്, കാല്, തുട, കഴുത്ത് എന്നിവയൊക്കെ അറുത്തു കൊന്നു വീഴ്ത്തി. നിരപരാധികളായ യക്ഷന്മാരെ ധ്രുവൻ കൊല്ലുന്ന വിവരമറിഞ്ഞ് മുത്തച്ഛനായ സ്വയംഭുവ മനു യുദ്ധക്കളത്തിലേക്ക് വന്നു. എന്നിട്ട് ധ്രുവനോട് പറഞ്ഞു, കുഞ്ഞേ, മതി, കോപം ഉപേക്ഷിക്കൂ. കോപം നരകത്തിലേക്കുള്ള വഴിയാണ്. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ കാമക്രോധസ്തഥാ ലോഭ തസ്മാദേതത്രയം ത്യജേത്. കാമം, ക്രോധം, ലോഭം ഈ 3ഉം നരകത്തിലേക്ക് തുറന്നിട്ട ദ്വാരമാണ് എന്നാണല്ലോ ഭഗവത്ഗീതയിലും പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, കോപം നരകത്തിലേക്കുള്ള വഴിയാണ്, പാപസ്വരൂപമാണ്. കോപത്തിനടിമപ്പെട്ടതുകൊണ്ടാണല്ലോ നീ നിരപരാധികളായിട്ടുള്ള ഇത്രയധികം യക്ഷന്മാരെ കൊന്നത്. സജ്ജനങ്ങൾ നിന്ദിക്കുന്നതും നമ്മുടെ കുലത്തിന് തീരെ യോജിക്കാത്തതുമായി പോയി നിന്റെ ഈ പ്രവൃത്തി. ഏതോ ഒരു യക്ഷൻ നിന്റെ അനുജനെ കൊന്നതിനാലാണല്ലോ സ്നേഹപരവശനായ നീ ഇത്രയധികം നിരപരാധികളായ യക്ഷന്മാരെ കൊന്നത്. ശരീരമാണ് താനെന്ന് അഭിമാനിച്ച് വെറും മൃഗങ്ങളെപ്പോലെ അന്യരെ ഹിംസിക്കുന്നത് ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്നതായ സജ്ജനങ്ങൾക്ക് തീരെ യോജിച്ചതല്ല. ഭഗവാൻ ശ്രീഹരിയെ സർവാത്മഭാവത്തോടെ ആരാധിച്ചിട്ടാണല്ലോ നീ ഈ ധ്രുവ പദവി സമ്പാദിച്ചത്. നീ ഭഗവാന് പ്രിയപ്പെട്ടവനാണ്, ഭക്തന്മാർക്ക് ബഹുമാന്യനാണ്. അങ്ങനെയുള്ള നീ സജ്ജനങ്ങളുടെ സ്വഭാവമായിട്ടുള്ള സർവഭൂത സമത്വ ദർശനത്തെ ഉപേക്ഷിച്ച് യക്ഷന്മാരെ സംഹരിക്കലാകുന്ന ക്രൂരപ്രവൃത്തി എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളെക്കാളും വലിയവരിൽ ക്ഷമ, തുല്യരിൽ മൈത്രി,
താഴ്ന്നവരിൽ കാരുണ്യം, എല്ലാ ജീവജാലങ്ങളിലും സമഭാവന, ഇവ കൊണ്ടേ സർവാത്മാവായ ഭഗവാൻ സന്തോഷിക്കൂ. പരമപുരുഷനായ അവിടുന്ന് സന്തോഷിച്ചാൽ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് വിട്ട് ജീവൻ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കും. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരം. അവർ തമ്മിലുള്ള സംയോഗം കൊണ്ടാണ് സ്ത്രീ പുരുഷ സ്വരൂപേണയുള്ള പ്രജകളുടെ ഉത്പത്തി ഉണ്ടായിട്ടുള്ളത്. പരമാത്മാവായ ഭഗവാന്റെ മായയാൽ സത്വാദി ഗുണങ്ങൾക്കുണ്ടാകുന്ന ക്ഷോഭം നിമിത്തം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിർഗുണനായ ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വെറും നിമിത്തം മാത്രമാണ്. ഭഗവത് സാന്നിധ്യത്തിൽ കാന്തത്തിൻ്റെ സമീപത്ത് ഇരുമ്പ് എന്നതുപോലെ ഈ പ്രപഞ്ചം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സർവേശ്വരനായ ഭഗവാൻ കാലശക്തി കൊണ്ട് സംഭവിക്കുന്ന സത്വാദി ഗുണങ്ങളുടെ പ്രവാഹത്താൽ സൃഷ്ടിയാദി ശക്തികളോട് കൂടിയവനായി കർത്താവല്ലെങ്കിലും സൃഷ്ടികർമ്മത്തെ ചെയ്യുന്നു, ഹന്താവല്ലെങ്കിലും സംഹരിക്കുന്നു. സർവാത്മാവായ ഭഗവാന്റെ പ്രവർത്തനം ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളതാണ്. കാലസ്വരൂപനായ ഭഗവാൻ സ്വയം അവസാനമില്ലാത്തവനും എല്ലാത്തിനും അവസാനമുണ്ടാക്കുന്നവനുമാണ്. ആദിയില്ലാത്തവനെങ്കിലും എല്ലാത്തിനും ആദി കാരണമാണ്. അവിടുന്ന് ജനങ്ങളെ കൊണ്ട് ജനിപ്പിക്കുന്നു, അന്തകനെ പോലെ മൃത്യുവിനെ കൊണ്ട് സംഹരിപ്പിക്കുന്നു. ജീവരാശികളിൽ സമനിലയിൽ പ്രവേശിച്ചിരിക്കുന്ന കാലസ്വരൂപനായ ഭഗവാന് സ്വജനമെന്നോ അന്യനെന്നോ ഉള്ള ആ ഒരു വ്യത്യാസം തീരെയില്ല. പ്രാരബ്ധ കർമ്മത്തിന് വശകരും അസ്വതന്ത്രരുമായ ജീവന്മാർ മൺതരികൾ കാറ്റിനെ എന്നതുപോലെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന കാലസ്വരൂപനായ ഭഗവാനെ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം കർമ്മഫലം അനുഭവിക്കുന്ന ജീവന്മാർ അസ്വതന്ത്രരാണ്. അവർക്ക് ആയുസ്സിൻ്റെ വൃദ്ധിയെയും അവസാനത്തെയും വൃദ്ധിക്ഷയങ്ങളില്ലാത്ത സർവേശ്വരൻ സൃഷ്ടിക്കുന്നു. ഈശ്വരനെ ചിലർ കർമ്മം എന്ന് പറയുന്നു, മറ്റു ചിലർ കാലം എന്ന് പറയുന്നു, വേറെ ചിലർ സ്വഭാവം എന്ന് പറയുന്നു, വേറെ ചിലർ ദൈവം എന്ന് പറയുന്നു. ജഗത്തിന് കാരണമായ ശക്തി മനുഷ്യരുടെ കാമമാണ് എന്ന് ചിലർ പറയുന്നു. വ്യക്തമായ സ്വരൂപമില്ലാത്തവനും ഇന്ന രൂപത്തിലെന്ന് കണക്കാക്കാൻ കഴിയാത്തവനും മഹത്തത്വം മുതലായ അസംഖ്യം ശക്തികളുടെ ഉറവിടവുമാണ് സർവേശ്വരനായ ഭഗവാൻ. അവിടുത്തെ സങ്കല്പത്തെ ആർക്കും അറിയാൻ കഴിയില്ല. തനിക്ക് താൻ തന്നെ കാരണമായ ഭഗവാനെ ആർക്കാണ് അറിയാൻ കഴിയുക? കുബേരൻ്റെ അനുയായികളായി ഈ യക്ഷന്മാരൊന്നുമല്ല നിന്റെ അനുജനെ കൊന്നിട്ടുള്ളത്. കാരണം ഓരോരുത്തരുടെയും ജനനമരണങ്ങൾക്ക് കാരണം അവരവരുടെ കർമ്മഫലവും ഈശ്വരനുമാണ്. ലോകത്തെ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും ഭഗവാനാണ്. എങ്കിലും അഹങ്കാരമില്ലാത്തതിനാൽ ഭഗവാൻ 3 ഗുണങ്ങളുടെ കർമ്മഫലങ്ങളോടും ബന്ധപ്പെടുന്നില്ല. 3 ഗുണങ്ങളുടെ കർമ്മങ്ങളോടും ബന്ധപ്പെടുന്നില്ല. എല്ലാവരുടെയും ആത്മാവും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനും ലോകത്തിന് കാരണഭൂതനുമായ ഈശ്വരൻ തൻ്റെ ശക്തിയായ മായയോട് കൂടിച്ചേർന്ന് ലോകത്തെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. ശരീരാഭിമാനികൾക്ക് മൃത്യുസ്വരൂപനും ഭക്തന്മാർക്ക് മോക്ഷസ്വരൂപനുമാണ് ആ ഭഗവാൻ. പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയീഭൂതനായ ഭഗവാനെ നീ സർവാത്മന ശരണം പ്രാപിക്കൂ ഉണ്ണി. മൂക്കുകയറിട്ട കാളകൾ ഉടമസ്ഥൻ്റെ അധീനത്തിലെന്നതുപോലെ പ്രജാപതികൾ പോലും അസ്വതന്ത്രരായി ഭഗവാന് പൂജയെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 5 വയസ്സ് പ്രായത്തിൽ ചെറിയമ്മയുടെ ദുർവാക്കുകൾ കേട്ട് ഹൃദയം പിളർന്നവനായ നീ അമ്മയെ ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ലാത്ത ഭഗവാനെ ആരാധിച്ച് സന്തോഷിപ്പിച്ച് ത്രൈലോക്യത്തിനു മേലെയുള്ള അത്യുത്കൃഷ്ടമായ ധ്രുവ പദവി സമ്പാദിച്ചവനല്ലേ? വാസ്തവമല്ലാത്ത ഈ പ്രപഞ്ചം സത്യമായി തോന്നപ്പെടുന്നത് പരമാത്മാവിലാണ്. വിദ്വേഷമകന്ന മനസ്സിൽ വിളങ്ങുന്നവനും 3 ഗുണങ്ങളോട് ബന്ധമില്ലാത്തവനും അദ്വിതീയനും നാശരഹിതനും നിത്യമുക്തനുമാണ് ആത്മസ്വരൂപേണ വിളങ്ങുന്നവനായ ഭഗവാൻ. ആ ഭഗവാനെ അന്തർമുഖമായി തീർന്ന മനസ്സുകൊണ്ട് തന്നിൽ തന്നെ അന്വേഷിക്കൂ. എല്ലാവരുടെയും ഉള്ളിൽ വിളങ്ങുന്നവനും അവസാനമില്ലാത്തവനും ആനന്ദഘനസ്വരൂപനും സകലവിധ ശക്തികളോട് കൂടിയവനുമായ ഭഗവാനിൽ ഭക്തി വളർത്താൻ കഴിഞ്ഞാൽ നിനക്ക് സാവധാനത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള തോന്നലിന് കാരണമായ അവിദ്യയെ നശിപ്പിക്കാൻ കഴിയും. ഭക്തി കൊണ്ട് സത്വഗുണം വളരും. അതോടെ ആത്മവിസ്മൃതി സ്വരൂപമായ അവിദ്യ നശിക്കും. മനസ്സിനെ അന്തർമുഖമാക്കി തീർക്കാൻ തടസ്സമാണ് കോപം. അതുകൊണ്ട് അതിനെ നിശേഷമടക്കൂ. നിനക്ക് മംഗളമുണ്ടാവട്ടെ. തത്വവിചാരം കൊണ്ട് കോപം നശിക്കും. ആത്മാവായ തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന് ബോധിച്ചാൽ പിന്നെ ആരോട് കോപിക്കാനാണ്? കോപിഷ്ഠനെ കണ്ടാൽ എല്ലാവരും ഭയപ്പെടും. ക്ഷേമത്തെ ആഗ്രഹിക്കുന്ന വിവേകി
മറ്റുള്ളവർക്ക് ഭയകാരണമായ ക്രോധത്തിനൊരിക്കലും അടിമപ്പെട്ടു പോകരുത്. മാത്രമല്ല, പരമശിവൻ്റെ ഭക്തനാണ് കുബേരൻ. അദ്ദേഹം യക്ഷന്മാരുടെ രാജാവാണ്. കുബേരൻ്റെ അനുയായികളായ യക്ഷന്മാരെയാണ് നീ യുദ്ധത്തിൽ കൊന്നത്. അത് അദ്ദേഹത്തെ അപമാനിക്കലാണ്. കുബേരൻ കോപിച്ചാൽ നമ്മുടെ വംശം തന്നെ നശിക്കും. അതിനാൽ യുദ്ധം നിർത്തൂ, കുബേരനെ നമസ്കരിക്കൂ. നല്ല വാക്കുകളെ കൊണ്ടും ക്ഷമാപണം കൊണ്ടും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കൂ. ഇങ്ങനെ സ്വയംഭുവ മനു പൗത്രനായ ധ്രുവനെ ഉപദേശിച്ചു. ആ ഉപദേശം അംഗീകരിച്ചതായ ധ്രുവൻ അദ്ദേഹത്തെ നമസ്കരിച്ചു. തന്നെ വേണ്ട രീതിയിൽ ഇത്രയൊക്കെ ഉപദേശിച്ചതായിട്ടുള്ള ആ മുത്തച്ഛനെ നമസ്കരിച്ചതായിട്ടുള്ള ധ്രുവനെ സ്വയംഭുവ മനു അനുഗ്രഹിച്ചു. അതിനുശേഷം മഹർഷിമാരോടൊന്നിച്ച് മനു തപോവനത്തിലേക്ക് തിരിച്ചുപോയി. മുത്തശ്ശൻ്റെ ഉപദേശത്തെ മാനിച്ച് ധ്രുവൻ തൻ്റെ കോപം ഉപേക്ഷിച്ച് യുദ്ധം നിർത്തുകയും ചെയ്തു എന്ന് പറയുന്നിടത്താണ് ഈ 11-ാം അധ്യായം ഉപസംഹരിക്കുന്നത്. ബാക്കി തുടർഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി.